തൃശൂർ ചാവക്കാട് ദേശീയപാതയിൽ വിള്ളലുണ്ടായ ഭാഗത്തുനിന്ന് ഇന്ന് സാമ്പിൾ എടുക്കും. വിള്ളൽ രൂപപ്പെട്ട ഭാഗത്ത് മണ്ണ് ശരിയായ രീതിയിലാണോ നിറച്ചതെന്ന് പരിശോധിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് സാമ്പിൾ എടുക്കുക. വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ലഭ്യമാകുന്നവരെ താൽക്കാലികമായ പണിയും നിർത്തിവച്ചിരിക്കുകയാണ്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് തത്സമയം ചേർന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. ഈ ചാവക്കാട് ഭാഗത്ത് നിന്നുള്ള സാമ്പിൾ ശേഖരിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ. ഈ ചാവക്കാട് മണത്തലയിലാണ് ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായുള്ള വിദഗ്ധ സമിതി ഈ മേഖലയിൽ പരിശോധന നടത്തി ജില്ലാ കളക്ടർക്ക് ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ ഇവർ പറയുന്നത് വലിയ ദൈർഘ്യമുള്ള വിള്ളലാണ്, നീളം കൂടിയ വിള്ളലാണ്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പഠനം നടത്തിയാൽ മാത്രമാണ് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അനുവദിക്കണം എന്നൊരു അപേക്ഷയായിരുന്നു ഇന്നലെ റിപ്പോർട്ടിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചത്. അത് കളക്ടർ അംഗീകരിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായാണ് ഇന്ന് ഈ മേഖലയിലെത്തി സാമ്പിൾ ശേഖരിക്കുന്നത്. ഈ പാലത്തിൽ മണ്ണ് നിറച്ചത് കൃത്യമായ രീതിയിലാണോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതുകൊണ്ടാണോ ഈ വിള്ളൽ സംഭവിച്ചത് എന്ന് സംബന്ധിച്ചാണ് പരിശോധിക്കുന്നത്. ഈ സാമ്പിൾ ശേഖരിച്ച് അത് പ്രത്യേക ലാബിൽ കൊടുത്ത് അതിന്റെ എത്രത്തോളം ഡെപ്ത് ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ മണ്ണ് ഉറച്ചിട്ടുണ്ടോ എന്നോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് കഴിയുന്നത് വരെ, അതായത് ഈ വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് കിട്ടുന്നത് വരെ ഈ പണി നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കമ്പനിയുടെ പ്രതിനിധികളുമായി ഇന്നലെ ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അന്തിമ റിപ്പോർട്ട് വരെ ലഭിക്കുന്നത് വരെ ഈ പണി നിർത്തിവെക്കാൻ തയ്യാറാണെന്ന് ഈ കമ്പനി അധികൃതർ അറിയിക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ വിള്ളലുണ്ടായ ഭാഗത്ത് ഈ ടാറിട്ട് അടയ്ക്കാനുള്ള ഒരു ശ്രമം അത് കമ്പനി നടത്തി. പിന്നീട് കനത്ത മഴയിൽ ഈ ടാറെല്ലാം ഒലിച്ചിറങ്ങി പ്രദേശത്ത് 1-2 വീട്ടുമുറ്റങ്ങളിലേക്ക് ഈ ടാർ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടുകൂടി പ്രദേശവാസികളും വലിയ രീതിയിലുള്ള ദുരിതത്തിലാണ്. എന്തായാലും ആശങ്ക അകറ്റണം എന്ന ആവശ്യത്തിൽ ഒട്ടും പിന്നോട്ട് പോകുന്നില്ല. ജില്ലാ ഭരണകൂടമാകട്ടെ ദ്രുതഗതിയിലുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ജില്ലാ കളക്ടർ ഒരു ഉന്നതതല യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.